ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അതേപോലെ തന്നെ വണ്ടിക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഒരു ജർക്കിങ് ഒരു വെട്ടലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി തള്ളുമ്മയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകളുണ്ട്. ശരിക്കും ഇത് 29,000 കിലോമീറ്റർ ഓടിയുണ്ട്. 29,200 സിസ്റ്റം ഓടിയിട്ടുണ്ട് വണ്ടി. 30,000 കിലോമീറ്ററിൻ്റെ സർവീസായിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ് ഡീകാർബണൈസിങ് അടക്കം ചെയ്യേണ്ട ഒരു ടൈമാണത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാം. അതുകൊണ്ട് നമ്മൾ ജനറൽ സർവീസായിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഇപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. പരമാവധി അഡ്ജസ്റ്റിങ് കഴിഞ്ഞാൽ നിൽക്കണേ. അപ്പോൾ നമുക്കത് ബ്രേക്ക് ലൈൻഡർ മാറ്റുക. കാരണം ഞാൻ ഏകദേശം ഇത്രയും തന്നെ ഉണ്ട്, പകുതി കൂടുതലായേ നിൽക്കണേ. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് നിസ്സാരമാണ് കിട്ടുള്ളൂ. തന്നെയല്ല നമുക്ക് ഇടയ്ക്ക് ഒന്ന് മാറ്റേണ്ടിയും വരും. അപ്പോൾ അത് ബ്രേക്ക് ലൈൻഡർ മാറ്റി കയറാനാണ് നല്ലത്. അതേപോലെ തന്നെ ഗിയറിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് ആയാലും കാർബറേറ്ററിൻ്റെ ഈ ഫ്ലോട്ട് വാൽവൊക്കെ അതിൻ്റെ ഉള്ളിൽ ജാമായി പോയതാണ് ആ ഓവർഫ്ലോ വരാനായിട്ടുണ്ടായ കാരണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആയി പോയി. അപ്പോൾ അത് പ്രോപ്പർ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിങ്. പെട്രോൾ കുറയുമ്പോൾ ഓൺ ആവണം, പെട്രോൾ നിറഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ആവണം. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ശരിക്കും അത് ഓണായിട്ട് പിന്നെ അത് കട്ടായി പോകണ്ടായി, അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആയി പോയി. അതാണ് ശരിക്കും വന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ സ്ലോ സ്പീഡിൻ്റെ ഈ ചെറിയ സ്ലോ ജെറ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതും ചേഞ്ച് ചെയ്തിട്ട് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എയർ ഫിൽറ്റർ പ്ലഗ് കൈയോടെ മാറ്റി കളയുക. കാരണം വെച്ചാൽ ഓൾറെഡി വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിലെടുത്ത് പോകണമാണ് ബെറ്റർ. അപ്പോൾ അതും കൂടിയും നമ്മൾ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം എന്തെങ്കിലും കേട്ടോ. അപ്പോൾ നമുക്കത് പൊല്യൂഷനൊക്കെ റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറിയിട്ടുണ്ട്. കാർബറേറ്റർ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതും ആ രീതിയിൽ ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കണുണ്ട്. അതിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ ലീക്ക് ആരംഭമാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടെ മാറ്റിയിട്ടിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെയാണത്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ഒക്കെ കറക്റ്റാണ്. തേമാനായാലും സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റ് പിന്നിൻ സ്റ്റാർട്ടർ എന്ന് പറയും. അതിൻ്റെ വർക്കിങ്ങും ഓക്കെയാണ്. അത് നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് മോട്ടറിൽ നിന്ന് എഞ്ചിനുമായിട്ട് വന്ന അതിൻ്റെ ഇടയിൽ വന്ന ഒരു യൂണിറ്റാണത്. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ആ പുള്ളിയൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ശരിക്കും 30,000 ഓരോ 10,000 നമ്മളത് ചെയ്തു പോകേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളത് ഗ്രീസ് ചെയ്യാനൊക്കെ അഴിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൂടെ ഹെഡിൻ്റെ ഗ്യാസ്കറ്റൊക്കെ ലീക്കേജ് ആരംഭിച്ചിട്ടുണ്ട്, തുടക്കമാണ്. അപ്പോൾ ആ കൈയോടെ തന്നെ ഗ്യാസ്കറ്റ് മാറ്റി കളഞ്ഞ് നമുക്ക് കവറിങ്ങിൻ്റെ ഉള്ളിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല, പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. ഓയിൽ ലീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഇവിടെയൊക്കെ നമുക്ക് പറയാം, അതേ സൈഡൊക്കെ ലീക്ക് ഉണ്ട് കണ്ടോ. അപ്പോൾ അത് ആ ഗ്യാസ്കറ്റും റബ്ബറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയറായി പോയിക്കോളും കേട്ടോ. അപ്പോൾ അത് ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയിരുന്നു. ബെൽറ്റും ഈ പറഞ്ഞ രീതിയുടെ പൊട്ടിയാണ് ഇരിക്കണത്. അതുണ്ടാവും പൊട്ടി വിണ്ടിരിക്കണേ. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം. കാരണം ഏകദേശം അത് അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉപയോഗം ആയി. അപ്പോൾ അത് മാറ്റിയിടണം കേട്ടോ ബെറ്റർ. ഓൾറെഡി പൊട്ടിയിരിക്കണേ. ഇതെപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞ് പോവുകയും വഴിപ്പെടുന്ന സിറ്റുവേഷൻ വരും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ അല്ല. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ബുഷ് പോയി കിടക്കണം. അത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടിയും കാര്യങ്ങളൊക്കെ വന്നാൽ അതിൻ്റെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഈ ഷോക്കിൻ്റെ ബുഷുകളായാലും ചാടുമ്പോൾ തന്നെ അഴിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് ചാടി പോരാറുണ്ട്. കാരണം അത്രയ്ക്ക് ലൂസായിട്ട് ഇരുന്നേ. വീൽ ബെയറിങ് ചെക്ക് ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീൽ ബെയറിങ്ങിൻ്റെ എല്ലാ കംപ്ലയിൻറ്റ്. ശരിക്കും നമുക്ക് ആ ബുഷുകളാണ് പ്രശ്നം. ടയറിനായാലും നമുക്ക് ടയറിൻ്റെ സൈസ് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ബാക്ക് ടയർ ഓൾറെഡി തീർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടയർ മാറ്റുമ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്കൊരു വണ്ടി ഹാൻഡിൽ വെട്ടൽ പോലെ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ബാക്ക് ടയർ ഓൾറെഡി തീർന്ന് നിൽക്കണേ. ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ, ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ ടയർ മാറ്റുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് ആ ഫ്രണ്ട് ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യണമെന്ന് നല്ലത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആ വെട്ടലിൻ്റെ കേസും സോൾവ് ആവും. ഈ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്യണതുകൊണ്ട് തന്നെ ആ ഭാഗം കൊണ്ട് ക്ലിയറായിട്ട് പൊക്കോളും. അതേപോലെ ഫ്രണ്ട് മൺകാട് ഇടി കൊണ്ടിട്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. പിന്നെ ഫോർക്കിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഓടിക്കണതുകൊണ്ട് കുഴപ്പമില്ല. ഒരല്പം ഹാൻഡിലുമ്പോൾ ടൈറ്റ് കാണിക്കുമെന്ന് മാത്രം കേട്ടോ. ഓടിക്കണതുകൊണ്ട് വേറെ പ്രശ്നമില്ല.
പിന്നെ അത് ഇവിടുത്തെ ഈ കവർ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്, ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. ഇടി കൊണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തേക്ക് പറ്റിയിട്ടുണ്ടത്. പിന്നെ അതിൻ്റെ ബാറ്ററി കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് നോക്കുമ്പോൾ 12.10 കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ സെൽഫ് എടുക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുക. അതായത് സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കും. കാരണം അത് ബാറ്ററിയുടെ ആണ്. ബാറ്ററി ഓൾറെഡി ഇപ്പോൾ തന്നെ ഡെഡാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ വണ്ടി തള്ളണ സമയത്തൊക്കെ ഒരു സൗണ്ട് വന്നത് ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വന്നത് ഈ ബ്രേക്കിൻ ഈ സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു കേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ടർ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ടൈറ്റ് ആയേക്കാണ്. അപ്പോൾ അത് ടൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ ഗിയർ പ്ലാസ്റ്റിക്കിൻ്റെ അത് സ്ലിപ്പായി പോണ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കേബിൾ മാറ്റിയിടണം. ഇത് മാറ്റിയാലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായി നിൽക്കുക, അതായത് കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ നമുക്കിവിടെ ഔട്ടർ കഴിഞ്ഞേക്കാം. ശരിക്കും ഈ 2 കേബിൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇടയ്ക്കുള്ള ലെങ്ത്ത് രണ്ടിനും സെയിമാണ്. പക്ഷേ ഇതിൻ്റെ കണ്ട ഇത് ഇത്രയും വലിഞ്ഞു പോയേക്കുക. കാരണം ഔട്ടർ അത്രയും വലിഞ്ഞിട്ട് ഇന്നറിനെ നീട്ടാൻ വയ്ക്കില്ല. പക്ഷേ ഔട്ടർ വലിച്ചിട്ട് വരുമ്പോൾ വന്ന പ്രശ്നമുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുന്നത് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് ജാമിങ്ങോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തള്ളുമ്പോൾ ഹാൻഡിൽ തിരിച്ചിട്ട് തള്ളണ സമയത്തൊക്കെ വണ്ടി നീങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. തന്നെയല്ല ഫ്രണ്ട് ബ്രേക്കാണ്, റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, എടുക്കാതിരിക്കണമെന്ന് ബുദ്ധി, അത് മാറ്റിയിടാം. പിന്നെ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഫോം ടൈപ്പാണ്, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കൂട്ടത്തേക്കൂടെ ശരിക്കും 30,000 കിലോമീറ്ററിലൊക്കെ ശരിക്കും ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകേണ്ടതാണ്. അത് ഹെഡിൻ്റെ ഉള്ളിലും കയറി വരും, അത് ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് ശരിക്കും 30,000 കിലോമീറ്റർ ബേസ് ചെയ്താണ് ചെയ്തു പോകാറ്. അപ്പോൾ അതിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം അത് നോക്കിയിട്ട് നമുക്ക് 2 ദിവസം താമസമൊക്കെ വന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗ്യാപ്പ് പോലെ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്തോറും ഇനിയിപ്പോൾ നെക്സ്റ്റ് കൂടുതൽ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നിലവിൽ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഈ സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, അതിൻ്റെ സ്ലോജറ്റും ഫ്ലോട്ട് വാൽവും മാറ്റിയിടുക. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷ് സെറ്റുകൾ കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക. സ്പീഡോമീറ്ററിൻ്റെ കേബിളും ക്രൗണും പിന്നീനും മാറ്റാം. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ. ഇവിടെ വരുമ്പോൾ ബെൽറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ ബെൽറ്റ് ചേഞ്ച് ചെയ്യണം, ഓയിൽ സീൽ മാറ്റാം, ബാക്ക് ബ്രേക്ക് ഷൂ, അത്യാവശ്യം പാർട്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേസ് നോക്കുമ്പോഴും ആക്സിലേറ്ററും കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫുൾ ടൈറ്റിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഇച്ചിരി പ്ലേ കുറവും കാര്യങ്ങളും ഒരല്പം ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്, അപ്പോൾ ഫ്രണ്ട് മൺകാർഡ് ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് പറയാം. അങ്ങനെ നമുക്ക് ആ വർക്ക് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും.